കണ്ട അപ്പോളേ പോയി. ഹലോ, നമസ്കാരം. സോ ഒരു ഫുൾ ലെങ്ത് വീഡിയോ, ഒരു ചെറിയ റെസിപ്പി വീഡിയോ. ഞാൻ ആദ്യമായിട്ടാണ് ഫുൾ ലെങ്ത് വീഡിയോ എടുക്കുന്നത്, പിന്നെ ഫുള്ളായിട്ട് മലയാളത്തിൽ സംസാരിക്കുന്നത്. സോ എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഒന്ന് എന്നെ ക്ഷമിക്കൂ. എന്നെക്കൊണ്ട് പറ്റുന്ന രീതിക്ക് ഞാൻ മലയാളത്തിൽ തന്നെ സംസാരിച്ച് റെസിപ്പി വീഡിയോ ഇടാം. എൻ്റെ ഫേവറേറ്റ് ഒരു സൂപ്പർബ് ഡിഷ് വട്ടലാപ്പം. നിങ്ങൾ ഓൾറെഡി ഇൻസ്റ്റാ റീൽ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഓൾറെഡി കണ്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഉണ്ടാവും നമ്മളുടെ ആ സ്റ്റോറിയൊക്കെ. സോ കണ്ടില്ലാത്തവർ കണ്ടോ. ആൻഡ് വീഡിയോയിലോട്ട് പോവാം. ഇത് പണം കരുപ്പട്ടി, ഇത് കിത്തുൽ കരുപ്പട്ടി. ശ്രീലങ്കയിൽ ഞങ്ങൾ യൂസ് ചെയ്യുന്നത് കിത്തുൽ കരുപ്പട്ടിയാണ്. യൂഷ്വൽ കരുപ്പട്ടീനേക്കാളും കിത്തുൽ കരുപ്പട്ടി സോഫ്റ്റ് ആയിട്ടും ഒരു തേനും ശർക്കരയും മിക്സ് ചെയ്ത ഫ്ലേവർ ഉണ്ടാവും. കിത്തുൾ ഇല്ലാത്തവർക്ക് ശർക്കര യൂസ് ചെയ്യാം. പിന്നെ കിത്തുൽ കരുപ്പട്ടിയും ചിരട്ട രൂപത്തിലുണ്ടാവും, പക്ഷെ സോഫ്റ്റ് ആയിരിക്കും കിട്ടും. സോ നമുക്ക് ആദ്യം കരുപ്പട്ടി നല്ലപോലെ ചോപ്പ് ചെയ്തെടുക്കുക. ചോപ്പ് ചെയ്തിട്ട് ഇതൊന്ന് അടുപ്പിൽ വെക്കണം. അടുപ്പിൽ വെച്ച് അതിലേക്ക് നമുക്ക് ഷുഗർ അല്ലെങ്കിൽ ബ്രൗൺ ഷുഗർ ചേർക്കാം. ഞാൻ ഇവിടെ പൊടിച്ച ബ്രൗൺ ഷുഗറാണ് യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വൈറ്റ് ഷുഗറും യൂസ് ചെയ്യാം. ഇനി ഇതിലേക്ക് ഒന്ന് അലിയാൻ വേണ്ടി മാത്രം വെള്ളം ചേർക്കുക. ഒരുപാട് വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. മെഷർമെൻറ്റിൽ ഞാൻ എത്ര വെള്ളം വേണമെന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിങ്ങൾ ശർക്കര യൂസ് ചെയ്യുവാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ച് വെള്ളം ഒഴിച്ചാൽ മതി. ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കേണ്ട. പിന്നെ ഇതൊന്ന് അലിയുന്നവരെ ചൂടാക്കുക. ഒരുപാട് ബോയിൽ ചെയ്യരുത്, തിക്കാക്കരുത്, ഒരു ഭയങ്കര തിക്ക് പാണി പോലെ ആക്കരുത്. ജസ്റ്റ് ഒന്ന് നമുക്ക് അലിഞ്ഞ് കിട്ടിയാൽ മതി. പിന്നെ ഇതിലേക്ക് ഏലക്ക കൂടി ആഡ് ചെയ്യുക. നിങ്ങൾക്ക് എങ്ങനെയാണ് വേണ്ടതെന്ന് വെച്ച് അങ്ങനെ ഏലക്ക കൂടി ആഡ് ചെയ്യുക. ആഡാക്കി ഇതൊക്കെ ബോയിലായതിനു ശേഷം നമ്മളിതൊന്ന് ചൂട് മാറാൻ വെക്കണം. ഒരുപാട് ഹോട്ടായിട്ട് നമ്മളിത് യൂസ് ചെയ്യരുത്. ഇപ്പോൾ മെയിൻ ഇൻഗ്രീഡിയൻറ്റ് മുട്ട എടുക്കുമ്പോൾ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം. നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഈ മുട്ടയുടെ മഞ്ഞക്കറിൽ ഒരു വൈറ്റ് കളർ സാധനം അറ്റാച്ച് ആയിട്ട് ഉണ്ടാവും. നമ്മൾ ഇത് റിമൂവ് ചെയ്യുക. കാരണം ഇത് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയായിരിക്കും മുട്ടയുടെ മണം ഒന്ന് കുറഞ്ഞ് കിട്ടും. സോ നമ്മൾ ഇത് റിമൂവ് ചെയ്യണം. കാരണം ഇത് ഒരുപാട് മുട്ട യൂസ് ചെയ്ത് ഉണ്ടാക്കുന്ന ഭക്ഷണം ആയതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ച് ചെയ്യുമ്പോഴായിരിക്കും അതിൻ്റെ ഫ്ലേവറും നല്ല സ്മെല്ലൊക്കെ ശരിക്കും നന്നായിട്ട് വരുന്നത്. പിന്നെ ഓരോന്നായിട്ട് ബോയിലിലേക്ക് മാറ്റി ലൈറ്റായി നമുക്ക് വിസ്ക് ചെയ്താൽ മതി. ശരിക്കും വിസ്ക് വേണ്ട, നമുക്ക് കൈകൊണ്ട് ചെയ്യുന്നതായിരിക്കും ഏറ്റവും ബെസ്റ്റ്. പക്ഷെ നിങ്ങൾക്ക് വിസ്ക് യൂസ് ചെയ്യാം. ഒരുപാട് ബ്ലെൻഡ് ചെയ്യരുത്. പിന്നെ ഒരിക്കലും മിക്സറിലോ ഹാൻഡ് ബ്ലെൻഡറിലോ വെച്ച് ബ്ലെൻഡ് ചെയ്യരുത്. കാരണം അങ്ങനെ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ വട്ടലാപ്പത്തിൻ്റെ ആ ടെക്സ്ചർ പോവും. കരുപ്പട്ടിപ്പാണി ഇപ്പോൾ കൂളായിട്ടുണ്ടാവും. ഇതിലേക്ക് നമുക്ക് നല്ല തിക്ക് തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് മുട്ടയും കൂടി ചേർത്ത് ഒന്ന് മിക്സ് ചെയ്താൽ മതി. ഈ സമയത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ വാനില എസൻസും കൂടി ആഡ് ചെയ്യാൻ പറ്റും. പക്ഷെ ഞാൻ വാനില എസൻസ് അത്രയ്ക്കും പ്രിഫർ ചെയ്യാറില്ല. സോ ഈ മിക്സ്ചർ സ്റ്റീം ചെയ്യാൻ പറ്റുന്ന ഒരു ബൗളിലേക്ക് നമുക്ക് അരിച്ച് മാറ്റി വെക്കണം. സ്റ്റീം ചെയ്യാൻ നമുക്കൊരു 30 to 35 മിനിറ്റ് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ച് സ്റ്റീം ചെയ്താൽ മതി. കുക്കായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഫോക്ക് എന്തെങ്കിലും ഒന്ന് ഇട്ട് നോക്കുമ്പോൾ അതിൽ ഒന്നും ഒട്ടാതെ വന്നാൽ അത് കുക്ക്ഡാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു നല്ല വട്ടലാപ്പം നമുക്ക് നല്ലപോലെ സോഫ്റ്റായിട്ട് ജ്യൂസി ആയിട്ടിരിക്കും. ഒരുപാട് പാണി ഉണ്ടാവും. എന്തെങ്കിലും ഒരു യാത്ര സമയത്ത് നിങ്ങൾക്ക് കരുപ്പട്ടി കിട്ടിയാൽ, ശ്രീലങ്കൻ കിത്തുൽ കരുപ്പട്ടി കിട്ടിയാൽ നിങ്ങൾ ഉറപ്പായിട്ട് അത് മേടിച്ച് ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക്സ് ലോട്ട്.